ഒരാളിവിടെ മുറ്റടിക്കുന്ന കണ്ടോ? അമ്മ മുറ്റടിക്കണ കണ്ടപ്പോൾ അവൻ്റെ ചൂലാണത്. ചൂലുണ്ടാക്കുന്ന സമയത്ത് അവന് ചെറിയ ചൂല് വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചുണ്ടാക്കിച്ചിട്ടാണ് അടിക്കുകയാണ്. അമ്മയുടെ കൂടെ തന്നെ അടിക്കുകയാണ് കേട്ടോ. ഞാൻ സൈഡിൽ നിന്നിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. അതാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് പിന്നിലോട്ടൊക്കെ നോക്കുന്നത്. കുട്ടികൾക്ക് മുറ്റടിയല്ല, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മൾ ചെറിയ പ്രായത്തിലിരുന്ന് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ പഠിപ്പിക്കുന്നത് നല്ല. അവരുടെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാറില്ലേ സ്വന്തമായിട്ട് അവരുടെ ഡ്രസ്സ് മടക്കി വയ്ക്കാൻ, അല്ലെങ്കിൽ വീട്ടിലെ പണികൾ അമ്മമാരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അവരെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുക. അപ്പോൾ അവരുടെ കൂടെ നമ്മളത് ചെയ്യുമ്പോൾ തന്നെ അവർക്കത് ചെയ്യാനൊരു ഉത്സാഹം ഉണ്ടാവും. അപ്പോൾ അത് ആ ചെറിയ പ്രായത്തിൽ അവർ തുടങ്ങുമ്പോൾ അത് പണിയാണ്, അല്ലെങ്കിൽ വലിയ വെയിറ്റുള്ള പണിയാണ്, അങ്ങനെയൊന്നും അവർക്ക് തോന്നില്ല. അപ്പം ഇതിപ്പോൾ അവൻ നിർബന്ധിച്ച് ചെയ്യിക്കണതല്ല, അവൻ തന്നെ ചെയ്യുന്നതുമാണ്. അപ്പോൾ അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വരുമ്പോൾ തന്നെ കുറച്ച് വലുതാവുമ്പോൾ അവരുടെ കാര്യങ്ങൾ അവർക്ക് സ്വന്തം ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ശീലം അങ്ങനെ മനസ്സിൽ അവർക്ക് വളർന്നു വരും. അതേപോലെ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് കൊണ്ടുപോയി വയ്ക്കാൻ, കഴുകി വയ്ക്കുക, അതൊക്കെ നമ്മൾ ചെയ്ത് പഠിപ്പിച്ച് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. എന്താ വെച്ചാൽ ഇനിയുള്ള ജീവിതത്തിലൊക്കെ കുട്ടികളുടെ കൂടെ തന്നെ നമുക്ക് രക്ഷിതാക്കൾക്ക് എപ്പോഴും ഉണ്ടാവണം എന്നില്ല. അവർ പഠിത്തത്തിനും അതിനൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോവുമോ അല്ലെങ്കിൽ വേറെ ഹോസ്റ്റലുകളിലൊക്കെ നിൽക്കേണ്ടി വരുമ്പോൾ പെട്ടെന്ന് വേറൊരു സിറ്റുവേഷനിലേക്ക് അവർ പറിച്ച് മാറ്റപ്പെടുമ്പോൾ അവർക്കൊരു ചെറിയൊരു ഷോക്ക് അതാവും. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെറുപ്പം മുതൽ അവരെ കൊണ്ട് പറ്റുന്ന അവരുടെ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതേപോലെ നമ്മുടെ പണികളിലൊക്കെ കുറച്ചൊക്കെ അവരുടെ പാർട്ട് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ പെൺകുട്ടികൾ മാത്രമല്ല പണി ചെയ്യേണ്ടത്, അങ്ങനെയുള്ളൊരു ഇതിൽ കുട്ടികളെ വളർത്താണ്ട് ആൺകുട്ടികളും പെൺകുട്ടികൾക്കൊക്കെ സമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഊർജം അല്ലെങ്കിൽ ഒരു മെസ്സേജൊക്കെ നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ വീട്ടുപണികളിലും ഒക്കെ ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും അമ്മമാരെയും ഒക്കെ സഹായിച്ചിട്ടൊക്കെ നല്ല കുട്ടികളായിട്ട് വളരട്ടെ. അപ്പോഴാണ് അവരുടെ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടൊക്കെ കുറച്ചൊക്കെ കുട്ടികൾക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ.